പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി. ഞാനിന്ന് പുതിയൊരു കലാസമിതിയിലേക്ക് ചെല്ലുകയാണ്. പുതിയതല്ല, 66 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. സാമൂഹ്യ, രാഷ്ട്രീയ, കലാ, സാഹിത്യ വേദികളിൽ, സാംസ്കാരിക വേദികളിൽ അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാസമിതി. മാത്രമല്ല, മറ്റാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, കാർഷിക മേഖലയിൽ കൂടി തങ്ങളുടെ പ്രവൃത്തി നടത്തിയിട്ടുള്ള ഒരു കലാസമിതി. കാർഷിക വിഭവങ്ങൾ വിറ്റ് അത് സമിതിക്കൊരു നേട്ടമുണ്ടാക്കുകയും അശരണരായ ജനങ്ങൾക്ക് അന്നമൂട്ടുന്ന പ്രവൃത്തി നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു കലാസമിതി കുറ്റിക്കോൽ യുവജന വായനശാല ഗ്രന്ഥാലയം കലാസമിതി. കുറ്റിക്കോൽ എന്ന് പറയുമ്പോൾ രണ്ട് പ്രതിഭകളെ നമുക്ക് ഓർമ്മിച്ചെടുക്കാതെ പറ്റില്ല. ഒന്ന് OK കുറ്റിക്കോൽ എന്ന നാടകക്കാരൻ, മറ്റൊന്ന് സുബ്രഹ്മണ്യൻ കുറ്റിക്കോൽ എന്ന സാഹിത്യകാരൻ. OK കുറ്റിക്കോൽ അധ്യാപകനാണ്, നാടകരചയിതാവാണ്, സംവിധായകനാണ്, നടനാണ്, നാടക സംഘാടകനാണ്. അതോടൊപ്പം തന്നെ അതിലേറെ മേലെ നിൽക്കുന്ന, കേരളം മുഴുവൻ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു യുവജന കലാസമിതി. അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യൻ കുറ്റിക്കോൽ. സാഹിത്യ മേഖലകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നോവൽ, കവിത, നിരൂപണ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. ഇതുകൂടാതെ ഇതിഹാസ ഗ്രന്ഥങ്ങളുടെ പുനരാഖ്യാനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അപ്പോൾ കുറ്റിക്കോൽ യുവജന കലാസമിതിയെ ഓർത്തെടുക്കുമ്പോൾ ഈ രണ്ട് പ്രതിഭകളെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇന്ന് ഞാനിവിടെ വന്നത് ഒരു പ്രത്യേക കാര്യം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സർഗാത്മക നാടക ക്യാമ്പ് ഇവിടെ നടക്കുകയാണ്. അതായത് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലേ പിടികൂടുക എന്നുള്ളൊരു തത്വമുണ്ടല്ലോ, കുരുന്നിലേ പിടികൂടുക. കുട്ടികളിലുള്ള സർഗാത്മക വാസനകളെ കണ്ടെത്തി അതിൻ്റെ തീക്കനൽ ഊതി ഉണർത്തി വെളിച്ചമേകുന്ന ഒരു പ്രവൃത്തിയാണ് സർഗാത്മക നാടക ക്യാമ്പിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഞാൻ മോഹനൻ കുറ്റിക്കോൽ യുവജന കലാസമിതിയുടെ ഏതാണ്ട് 30 വർഷക്കാലത്തെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. ഗ്രാമീണ കലാസമിതികളിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു കലാസമിതിയാണ് കുറ്റിക്കോൽ യുവജന കലാസമിതി. ഹൈവേയുടെ പാർശ്വത്തിലാണ് ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെങ്കിലും ഗ്രാമീണമായിട്ടുള്ള കുറ്റിക്കോൽ, പൂവോട് പ്രദേശങ്ങളിലാണ് സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നത്. തുടർന്ന് OK കുറ്റിക്കോലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒട്ടേറെ നാടകങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രചാരം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. വായനശാലയുമായി കുറ്റിക്കോൽ യുവജന വായനശാല ഗ്രന്ഥാലയവും സമിതി രണ്ടും ഈ 58ലാണ് രൂപീകൃതമാകുന്നത്. ഇതിൻ്റെ വാർഷികങ്ങൾ രണ്ടും ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വാർഷികത്തിനും ഒട്ടേറെ നാടകങ്ങൾ, തറവാട്ടമ്മ, അതുപോലെ കറവറ്റ പശു പോലുള്ള നാടകങ്ങൾ തുടങ്ങി ഈ അടുത്ത കാലത്ത് പടിഞ്ഞാറ്റേ കോലത്തെ നിധികുംഭം, അതുപോലെ കുഞ്ഞുമൂസ വിവാഹിതനാകുന്നു, അഷ്ടബന്ധം, ഇത് KMRൻ്റെ ഒട്ടേറെ നാടകങ്ങൾ, ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി ഉൾപ്പെടെ അഭിനയിച്ച സഹവാസം പോലുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ നാടക ക്യാമ്പുകൾ, ഡാൻസ് പരിശീലനം, പാട്ട് പരിശീലനം, ഇതൊക്കെ നടത്തി വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് 2017 കലാസമിതിക്ക് തന്നെ സ്വന്തമായ ഒരു കെട്ടിടം എന്നുള്ള നമ്മുടെ ഒരു സ്വപ്നം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി.
ആ ഉദ്ഘാടനത്തിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ കേരള മാതൃകയിൽ ഒരു നല്ലൊരു മാനവ സൗഹൃദ മന്ദിരം എന്നുള്ള രീതിയിൽ സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുകയും അതിൽ ഒട്ടേറെ ഇത്തരത്തിലുള്ള ചിത്രരചന ഉൾപ്പെടെ ഡാൻസ് ഉൾപ്പെടെ നാടകം ഉൾപ്പെടെ പരിശീലിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി അത് വളർന്നു വന്നിരിക്കുകയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ ജില്ലാതലത്തിലെ പരിപാടി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അടുത്ത കാലത്ത് ഒരു നാടകം എടുക്കുക എന്നുള്ള രീതി വനിതാ നാടകം ഉൾപ്പെടെ നമ്മൾ എടുത്തതാണ്. കുട്ടികളുടെ ക്യാമ്പുകൾ നടത്തിയതാണ്. ക്യാമ്പുകൾ ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ച വേണമെങ്കിൽ പറയാം, ബാലകൃഷ്ണൻ പാപ്പിൻസയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ക്യാമ്പ് ഏതാണ്ട് 10-15 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കേണ്ടായി. എൻ്റെ പേര് രതീഷ് ബാബു, കുറ്റിക്കോൽ യുവജന കലാസമിതിയുടെ ഇപ്പോഴുള്ള സെക്രട്ടറിയാണ്. വളരെ ദീർഘകാലം സെക്രട്ടറിയായി പ്രവർത്തിച്ച ശ്രീ ഇ മോഹനൻ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത്. കുറ്റിക്കോലിൻ്റെ ചരിത്ര പശ്ചാത്തലമെടുത്താൽ തന്നെ കലക്കും മറ്റ് സംസ്കാരത്തിനും ഏറെ പ്രാമുഖ്യമുള്ളൊരു സ്ഥലം. വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള നാടക പ്രവർത്തകരൊക്കെ അവരുടെ കഴിവ് തെളിയിച്ച ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഈ ഒരു സമിതിയുടെ ഭാരവാഹി എന്ന നിലയിൽ തുടർന്ന് അങ്ങോട്ട് നല്ല പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പുരോഗമന പ്രസ്ഥാനത്തിന് നല്ല സ്വാധീനമുള്ളൊരു സ്ഥലമെന്ന നിലയിൽ നല്ല ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇന്ന് വളരെ നല്ല ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. പടവ് ക്രിയേറ്റീവ്സിൻ്റെ നേതൃത്വത്തിൽ ശ്രീ രഘുനാഥൻ മാഷ് എന്ന പ്രഗത്ഭനായ പ്രവർത്തകൻ്റെ കൂട്ടായ്മയിലാണ് ഇവിടെ ഈ നാടക ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ 10-29ഓളം കുട്ടികൾ, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയമായിട്ടും ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിത ഉപയോഗം പോലുള്ള പ്രവണതകൾക്കിടയിലും ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെ നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യം. നമ്മുടെ പക്ഷേ മാന്റെ സമ്മതി അവിടെ തുള്ളി തുള്ളി അവിടെ പക്ഷേ നമസ്കാരം, ഞാൻ ഷാജി പടുവളം, കുറ്റിക്കോൽ യുവജന കലാസമിതിയുടെ കൂടെ നാടകങ്ങൾ അഭിനയിക്കുന്ന ഒരു നാടകക്കാരനാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് OK കുറ്റിക്കോലിൻ്റെ സംവിധാനത്തിൽ കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. ശേഷം കുറ്റിക്കോൽ യുവജന കലാസമിതിയുടെ വാർഷിക ആഘോഷങ്ങളിലുണ്ടാകുന്ന നാടകങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കലുണ്ട്. സുബ്രഹ്മണ്യം കുറ്റിക്കോലിൻ്റെ നമ്മുടെ കലാസമിതിയുടെ ആൾക്കാരനെ എഴുതിയ സുബ്രഹ്മണ്യം കുറ്റിക്കോൽ രചിച്ച പാര എന്ന നാടകം, അതുപോലെ തന്നെ കുഞ്ഞുമൂസ വിവാഹിതനാകുന്നു തുടങ്ങിയ കലാസമിതിയുടെ എല്ലാ നാടകങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഈ കലാസമിതിയിൽ നിന്നാണ് ഞാൻ പിന്നീട് പുറത്തെ കലാസമിതികളിൽ നാടകങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. എൻ്റെ എൻ്റെ പേര് ആശാലത. ഞാൻ കുറ്റിക്കോൽ യുവജന കലാസമിതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളെ കലാസമിതിയായിട്ട് ഡാൻസ് അതിലൊക്കെ OK മാഷൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഇപ്പം ഏകദേശം 10-13 വർഷമായി ഇതിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. നമ്മളെ സ്ത്രീകളെ വനിതാ ഒരു നാടകം നമ്മളെ കലാസമിതി നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേർക്കാഴ്ച എന്ന പേരിലുള്ള വെറും വനിതകൾ മാത്രം ഉണ്ടായ ഒരു നാടകമാണ് നമ്മളെ ഭാസ്കരൻ കുറ്റിക്കോലായിരുന്നു
അത് സംവിധാനം ചെയ്തത്. നല്ല രീതിയിൽ തന്നെ നമുക്കതിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമ്മളെ കലാസമിതിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അത് നമ്മളെ ശിവൻ കീഴാറ്റൂർ മാഷാണ് ഇവിടെ നടത്തുന്നത്. ഏകദേശം 11 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷമാണിത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഡാൻസ് ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഏകദേശം ഇപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ, അതായത് ഒരു 5 വയസ്സ് 6 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ഏകദേശം ഒരു 55 വയസ്സ് വരെയുള്ളവർ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. ആദ്യകാലത്ത് ചെറിയ കുട്ടികളും ഒരു 10-18 വയസ്സുള്ള കുട്ടികളായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 5-6 വർഷമായിട്ട് വലിയ പ്രായം കൂടിയ 10, 40, 45, 50, 55 വയസ്സ് വരെയുള്ളവർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 അരങ്ങേറ്റം ഇവിടെ നടന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പം നമുക്ക് 40 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് വെച്ചാൽ വലിയ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരുമായിട്ട് 40ഓളം പേര് ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും പിന്നെ 4:30ക്കാണ് നമ്മൾ മന്ദിരത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എൻ്റെ പേര് രാജേഷ് CP. ഞാനിപ്പോൾ കുറ്റിക്കോൽ യുവജനവായനശാല ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു 2007 മുതൽ ഈ മാർച്ച് മാസം വരെ കലാസമിതിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കലാസമിതിയുടെയും വായനശാലയുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കാറ്. നല്ല രീതിയിൽ കൂട്ടായ പരിപാടിയാണ് സംഘടിപ്പിക്കാറ്. അതുപോലെ തന്നെ കുട്ടികളുടെ ക്യാമ്പ് അടക്കം ഇന്നിപ്പോൾ കുട്ടികളുടെ ക്യാമ്പ് ഈ മന്ദിരത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ വായനശാലയും കലാസമിതിയും സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കലാസമിതിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കാറ്. അതുപോലെ തന്നെ വായനശാലയും മുൻകാലങ്ങളിൽ നമുക്ക് കലാസമിതിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കെട്ടിടമുണ്ട്. അപ്പോൾ നേരത്തെ എല്ലാ കലാസമിതികളും പൊതുവെ നമ്മുടെ വായനശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം. ആ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു സ്വതന്ത്രമായ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കലാസമിതിക്ക് നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം നമുക്ക് പണിയാൻ സാധിക്കും. അതിൽ വെച്ചാണ് ഇപ്പോൾ എല്ലാ സാംസ്കാരിക പ്രവർത്തനവും സംയുക്തമായി വായനശാലയും കലാസമിതിയും സംയുക്തമായി കലാസമിതി കലാപ്രവർത്തനത്തോടൊപ്പം കാർഷിക മേഖലയിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് എല്ലാ വർഷവും കപ്പ കൃഷി, ഈ കപ്പ വിളവെടുപ്പ് ഉത്സവം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അത് വളരെ ഭംഗിയായി നിറവേറ്റാറുണ്ട്. അതുപോലെ തന്നെ നേന്ത്രവാഴ കൃഷി, ഏതാണ്ട് 45ഓളം നേന്ത്രക്കൊലകൾ നമ്മൾ കലാസമിതിയുടെ പ്രവർത്തകർ സ്വന്തം തന്നെ കൃഷി ചെയ്തുകൊണ്ട് പിന്നെ സ്വന്തമായി അത് വിതരണം ചെയ്യുകയും അതുകൂടാതെ പുറത്ത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ട് ഏതാണ്ട് 12,000 രൂപയുടെ വിൽപ്പന ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നെൽകൃഷി, ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി, ആ നെൽകൃഷി നിന്ന് കിട്ടുന്ന നെല്ല് ഉപയോഗിച്ചിട്ട് വയോജനങ്ങൾക്ക് പുത്തരി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഏതാണ്ട് 150ഓളം പേര് കിടപ്പ് രോഗികൾക്കുൾപ്പെടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരനുഭവവും ഈ പുത്തരി സദ്യ നടത്തുകയും അതിൽ അന്നത്തെ MLA ആയിരുന്ന CKP അതിൽ പിന്നെ നല്ല രീതിയിലുള്ള ആശയമാണ് ഇത് എന്നുള്ള പിന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി പടവ് ക്രിയേറ്റീവ് തിയേറ്ററിൻ്റെ ഡയറക്ടർ ശ്രീ രഘുനാഥിനെ എന്താണ് ഈ ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ പടവ് ക്രിയേറ്റീവ് തിയേറ്റർ പ്രവർത്തകരായ രഘുനാഥൻ. ഞങ്ങൾ ഇന്ന് കുറ്റിക്കോൽ, കണ്ണൂർ തലപ്പുറമ്പിനടുത്തുള്ള കുറ്റിക്കോൽ എന്ന ഗ്രാമത്തിൽ യുവജന കലാസമിതി ആൻഡ് വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ബാലവേദി കുട്ടികൾക്ക് വേണ്ടി ഒരു സർഗാത്മക നാടക ശില്പശാലയാണ് നടത്തിയത്. അതിൽ 26 കുട്ടികൾ പങ്കെടുത്തു.
1-ാം ക്ലാസ് മുതൽ +1 വരെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. സർഗാത്മക നാടകത്തിൻ്റെ ശില്പശാലയുടെ സംഘാടനം മികച്ചതായിരുന്നു. ക്രിയേറ്റീവ് ഡ്രാമയുടെ സംഘാടനത്തിൽ അതിൻ്റെ ശില്പശാല മികച്ചു നിൽക്കുന്നത് നല്ല സംഘാടനമായിരുന്നു. അത് നല്ല രീതിയിൽ വായനശാല നടത്തി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമാണ്. കുട്ടികൾ അതിൻ്റെ അവസാന ഭാഗം അതിൻ്റെ ഇവാലുവേഷൻ നടത്തി ഒരാൾ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവരുടെ ശില്പശാലകളുടെ ആവശ്യകത കുട്ടികളാണ് വളരെ സത്യസന്ധമായി ഉന്നയിച്ചത്. നമുക്കാണ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടിയത്. സർഗാത്മക നാടകത്തിൻ്റെ സ്റ്റാർട്ടർ ലെവൽ, സർഗാത്മക നാടകത്തിൽ 3 ലെവലുണ്ട്: സ്റ്റാർട്ടർ, ട്രാൻസ്ഫോർമേഷൻ, മാസ്റ്റർ. അതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ഏറ്റവും ബേസിക്കായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നൽകാൻ പറ്റിയത്. തുടർച്ചയായി ദിവസങ്ങളോളം ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ ഇതൊരു സ്റ്റാർട്ടർ ലെവൽ തുടങ്ങിയ തന്നെ വലിയ മഹത്തായ കാര്യമാണ്. ഇത് കുട്ടികളുടെ അവകാശമാണ്. പ്രിയമുള്ളവരെ, ഇനി അങ്ങോട്ടും കുറ്റിക്കൂൽ യുവജന കലാസമിതി വായനശാല എൻ ഗ്രന്ഥാലയത്തിന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു കലാസമിതി എന്നതിനപ്പുറം വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഊർജം അവർക്കുണ്ടാകട്ടെ. പുതിയ തലമുറയെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനിയും അങ്ങോട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.